അല്ലെങ്കിൽ ശരി. ആ അപ്പോൾ ഈ വ്യക്തി പറയുന്നതെല്ലാം കേട്ടിട്ട് ശ്രീ രഹസ്യമാക്കുന്ന ശ്രീജിത് പൈസ പണിക്കർ ഈ പറഞ്ഞു വരുമ്പോൾ ഈ കുറേ കാലങ്ങളായിട്ട് തന്നെ കുറേ മാസങ്ങളായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് ഈ പറയുന്ന ആളുകൾ ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും ഒക്കെ ഈ സെറ്റിൽ ഈ മയക്കുമരുന്ന് ഉപയോഗിച്ച് വരുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അവർക്ക് വേണ്ടി പലരും പലതും സഹിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ അഭിലാഷ് പിള്ളയെ പോലുള്ളവർ തീരുമാനമെടുത്തിരിക്കുകയാണ് ഞങ്ങളുടെ സെറ്റിൽ എന്തായാലും ഇത്തരം ആളുകൾ ഇനി ഉണ്ടാവുകയില്ല എന്ന്. പക്ഷേ അവിടെയും അത് പ്രായോഗികമായിട്ട് നടപ്പിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഷൈൻ ടോം ചാക്ക് ഇപ്പോൾ ഒരു നോട്ടീസ് നൽകിക്കൊണ്ട് പോലീസ് എന്തോ വലിയ കാര്യം കാണിക്കാൻ പോകുന്നു എന്നാണ്. വീട്ടിൽ പോയി നോട്ടീസ് കൊടുത്തു. പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ ഷൈൻ ടോം ചാക്കോയെ ഒരു രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന ഒരു സമീപനമല്ലേ ഇപ്പോൾ കാണുന്നത്? ശ്രീ മഞ്ജുഷ്, ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഇന്ന് ശ്രദ്ധയിൽപ്പെട്ട രസകരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് രാജ്യസഭ എം പി ആയിട്ടുള്ള CPM നേതാവ് ശ്രീ A. റഹീമിൻ്റെതാണ്. അദ്ദേഹം പറയുന്നത്, എല്ലാവരും അത് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ജോസ് തോമസും അത് പറയുന്നത് കേട്ടു. ഇന്നത്തെ ഏറ്റവും രസകരമായ ഒരു കമന്റ് ആയിരുന്നു എന്ന്. അതാണ്, അതായത് ഞാൻ ഈ ചർച്ചയിൽ അല്പം വൈകിയാണ് കയറിയത്, അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഞാൻ കേട്ടില്ല. എന്തായാലും ഇവിടെ ആരാണ് ഭരിക്കുന്നത് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായ ബോധ്യമുള്ള ആൾ തന്നെയാണ് ശ്രീ ഷൈൻ ടോം ചാക്കോ. കാരണം ഈ കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അന്നത്തെ ദിവസം തന്നെ ഭരണ തുടർച്ച ഉണ്ടാകുന്നുണ്ട് എന്നറിഞ്ഞ സമയത്ത് തന്നെ അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ചിത്രമടക്കം, ശ്രീ പിണറായി വിജയന്റെ ചിത്രമടക്കം പോസ്റ്റ് ചെയ്ത നടനാണ് ശ്രീ ഷൈൻ ടോം ചാക്കോ. അപ്പൊ അതുകൊണ്ട് ആരാണ് ഇവിടെ ഭരിക്കുന്നത് എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. ഇനി ശ്രീ റഹീം ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയേണ്ടത് ആ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണോ ഇങ്ങനെയുള്ള ബിഹേവിയർ ഇവരുടെ ഭാഗത്ത് നിന്ന് തുടർച്ചയായിട്ട് ഉണ്ടാകുന്നത് എന്നാണ്. കാരണം ഒരു കാര്യം കൂടിയുണ്ട്, കഴിഞ്ഞ മയക്കുമരുന്ന് കേസിൽ രക്ഷപ്പെടുത്തിയതാണോ എന്നുള്ള കാര്യം കൂടി പറയേണ്ടി വരും. അതെ, അതാണ് ഞാൻ പറയാൻ വന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 2015 കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന ആദ്യത്തെ കൊക്കെയിൻ കേസ്, അതിലെ പ്രതിയായിരുന്നു ശ്രീ ഷൈൻ, അദ്ദേഹത്തിന്റെ ചില സുഹൃത്തുക്കൾ. അപ്പൊ ആ കേസ് എങ്ങനെയാണ് പിന്നീട് തേഞ്ഞു മാഞ്ഞു പോയത് എന്നും ഇവരെങ്ങനെയാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നും ഇവരെ രക്ഷപ്പെടുത്തിക്കൊണ്ടുള്ള അല്ലെങ്കിൽ ഇവരെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധിന്യായത്തിൽ തന്നെ കോടതി അതിശക്തമായിട്ട് പ്രോസിക്യൂഷന്റെ ഭാഗത്ത്, അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന വീഴ്ചയെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പൊ അത് വളരെ എലമെന്ററി ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോ മഞ്ജുഷ് ചോദിച്ച ചോദ്യവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വളരെ എലമെന്ററി ആയിട്ടുള്ള ഒരു നാർക്കോട്ടിക്സ് കേസ് അന്വേഷിക്കുന്ന സമയത്ത് അതിന്റെ പ്രോസിക്യൂഷനുമായി ബന്ധപ്പെട്ട്, വിചാരണയുമായി ബന്ധപ്പെട്ട് കോടതിയിൽ എന്താണ് അഡ്മിസിബിൾ എവിഡൻസ് എന്നതിനെ കുറിച്ച് അതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും പ്രോസിക്യൂഷൻ ടീമിലുള്ള ആൾക്കാർക്കും വളരെ കൃത്യമായിട്ടുള്ള ഗ്രാഹ്യമുള്ളതാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഈ പിടിച്ചെടുക്കുന്ന സബ്സ്റ്റൻസ്, അതിൽ നിന്ന് ഇപ്പൊ ഈ കൊക്കൈനിലെ ക്ലോറൈഡ് എന്ന് പറയുന്നത് പോലെ വേർതിരിച്ചെടുക്കേണ്ടതാണെങ്കിൽ അതിന്റെ കെമിക്കൽ ടെസ്റ്റ് നടത്തണം. ഈ ആൾക്കാരുടെ എല്ലാം തന്നെ രക്തപരിശോധന നടത്തണം. ഇവരിത് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി കൃത്യമായിട്ടുള്ള അറിവുണ്ടാകണം. അതേപോലെ റെയ്ഡ് ചെയ്യുന്ന സമയത്ത് ഒരു വനിതാ ഗസറ്റഡ് ഓഫീസറുടെ സാന്നിധ്യം ഉണ്ടാകണമെങ്കിൽ അത് ഉറപ്പുവരുത്തണം. പിന്നെ യാതൊരു വിധത്തിലുള്ള ക്രമക്കേടുകളും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല, തെളിവ് ഏതെങ്കിലും രീതിയിലത്തേക്ക് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ ശ്രമിച്ചിട്ടില്ല തുടങ്ങിയ കുറേയധികം കാര്യങ്ങൾ ഇതിൽ പരിശോധിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ പ്രതികളായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫ്ളാറ്റിൽ നിന്ന് ഈ കൊക്കൈൻ കണ്ടെത്തി എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇവരെല്ലാവരും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ ഇത് രണ്ടും തമ്മിൽ ലിങ്ക് ചെയ്യുന്നതിന് വേണ്ടി പോലീസിനെ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ഇത്ര വർഷം കഴിഞ്ഞതിന് ശേഷവും സാധിച്ചില്ല എന്നുള്ളതാണ് പ്രശ്നം. അവിടെ നിന്ന് കണ്ടെത്തിയിരിക്കുന്ന പല വസ്തുക്കളും സെർച്ച് മെമ്മോയിൽ ഉൾപ്പെടുത്തുന്നില്ല തുടങ്ങിയ കുറേയധികം കാര്യങ്ങൾ അതിൽ കോടതി തന്നെ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അതിനർത്ഥം ഈ പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആണല്ലോ. അപ്പൊ നമ്മുടെ സർക്കാരിന് വേണ്ടി വാദിക്കുന്ന ആൾക്കാർക്ക്, തെളിവ് ശേഖരിക്കുന്ന ആൾക്കാർക്ക്, അതിനെക്കുറിച്ച് പഠിക്കുകയും ഡെലിബറേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാർക്ക് വീഴ്ച വന്നു എന്ന് ഞാൻ പറയില്ല. മറിച്ച് അവരുടെ ഭാഗത്ത് നിന്ന് ഒരു കൃത്യവിലോപം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പൊ അതിന്റെ തുടർച്ച ഇപ്പൊ ഈ ഒരു കേസ് നോക്കിക്കോളൂ. ഈ സംഭവം നടന്നിരിക്കുന്നതെന്നാണ് 16-ാം തീയതി രാത്രിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ശ്രീ ഷൈൻ ടോം ചാക്കോ എറണാകുളം ACPയുടെ മുന്നിൽ ഹാജരാകാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നാളെ രാവിലെ 10 മണിക്ക്. എന്ന് പറയുമ്പോൾ എത്രാം തീയതിയായി? 19-ാം തീയതിയായി. അതായത് 16-ാം തീയതി നടന്ന ഒരു സംഭവത്തിൽ 19-ാം തീയതി നിങ്ങൾ ഹാജരാകൂ എന്ന് പറയുകയാണ്. ഇനി അദ്ദേഹത്തിന്റെ പുറത്ത് എന്തെങ്കിലും വൈദ്യപരിശോധനയോ മറ്റു കാര്യങ്ങളോ ഒക്കെ നടത്തി കഴിഞ്ഞാൽ തന്നെ അതിന്റെ ഇപ്പോൾ അറിവായിട്ടുള്ളത് അദ്ദേഹം നാളെ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ഹാജരാകുമെന്നാണ്. അദ്ദേഹത്തിന്റെ അച്ഛൻ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് പറഞ്ഞിട്ടുള്ളത് നാളെ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ഹാജരാകാൻ വേണ്ടി വരുമെന്നാണ്. അതെ. അപ്പോൾ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞതുപോലെ ഒരു 3 ഡേ ഗ്യാപ്പ് ഉണ്ട്. ആ 3 ഡേ ഗ്യാപ്പ് ഒരു ഡ്രഗ് യൂസ് കേസാണ് സസ്പെക്ട് ചെയ്യുന്നതെങ്കിൽ എത്രത്തോളം റെലവെന്റ് ആണെന്ന് എനിക്കറിയില്ല. കാരണം ചില സബ്സ്റ്റൻസ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് 1 മാസം വരെ അതിന്റെ ട്രേസസ് അവരുടെ ശരീരത്തിൽ നിന്ന് ഡിറ്റക്ട് ചെയ്യാൻ കഴിയും തുടങ്ങിയ കുറേയധികം കാര്യങ്ങളുണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിവുള്ളതുപോലെ അദ്ദേഹം ആ ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങി ഓടി എന്നതുകൊണ്ട് ഒരു കുറ്റം അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിന് പറ്റുന്ന രീതിയിലത്തേക്കുള്ള ഏതെങ്കിലും ഒരു വകുപ്പൊന്നും തന്നെ നമ്മുടെ നിയമസംഹിതയിൽ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പെരുമാറ്റം സജസ്റ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന് എന്തോ ഹൈഡ് ചെയ്യാനുണ്ട് എന്നാണ്. അതല്ല എങ്കിൽ തന്റെ മുറിയിലേക്ക് വരുന്ന ഒരാളെ
പോലീസ് ഉദ്യോഗസ്ഥരാണ് പ്രത്യേകിച്ച്, അവരെ ഭയപ്പെട്ട് അദ്ദേഹം അവിടെ നിന്ന് തന്റെ സ്വന്തം ജീവൻ തന്നെ റിസ്ക് ചെയ്യുന്ന രീതിയിലത്തേക്ക് ഒരു പാർക്കൂർ ഫൈറ്റ് ഒക്കെ നടത്തുന്ന രീതിയിലത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇതൊരു ലാർജർ പ്രശ്നമായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ ഈ ബിഹേവിയർ നമ്മുടെ മലയാള സിനിമയിലുള്ള ആൾക്കാർ ഇത്രയും കാലം ടോളറേറ്റ് ചെയ്യുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അദ്ദേഹം അഭിനയിക്കുന്ന ആദ്യത്തെ സിനിമയല്ല, അദ്ദേഹത്തിനെതിരെ പരാതി ഉണ്ടാകുന്നത് ആദ്യമായിട്ടല്ല, അദ്ദേഹം മികച്ച നടനൊക്കെ തന്നെ ആയിരിക്കാം. പക്ഷേ ആ പ്രശ്നങ്ങൾക്കും അപ്പുറം അദ്ദേഹത്തിനെ സിനിമയിൽ സഹകരിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെയുള്ള നിർമ്മാതാക്കൾ, തിരക്കഥാകൃത്തുക്കൾ, സംവിധായകർ ഒക്കെ തന്നെ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്ന, അദ്ദേഹം മലയാള സിനിമയിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു അവിഭാജ്യ ഘടകമായി മാറിയത് കൊണ്ടാണോ ആ രീതിയിലത്തേക്കെല്ലാം ഇവർ വഴങ്ങാനായിട്ട് തയ്യാറായത്? ഏതൊക്കെ ഘട്ടത്തിലാണ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ സിനിമ സെറ്റിൽ തന്നെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ ആ സിനിമയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാർ ഏതൊക്കെ സമയത്താണ് ഇതിനെക്കുറിച്ച് പറയാനായിട്ട് തയ്യാറായിരിക്കുന്നത്? അവരുടെ പ്രോഡക്റ്റിന് യാതൊരു വിധത്തിലുള്ള പ്രശ്നമില്ല എന്ന് എൻഷുർ ചെയ്തതിന് ശേഷം. എന്ന് വെച്ചാൽ എന്റെ പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് വേണമെങ്കിൽ പറയാം, ഇന്ന നടൻ ഇങ്ങനെയാണ് പെരുമാറിയിരിക്കുന്നത്, മറ്റേ നടൻ എന്നോട് വെളുപ്പിനെ 3 മണിക്ക് കഞ്ചാവ് ചോദിച്ചു, തുടങ്ങിയ കാര്യങ്ങൾ പറയാം. ഞാൻ പറയുന്നത്, ഇത് ആദ്യമായിട്ടല്ല ഇവർ ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് ഇവർക്ക് നന്നായിട്ട് അറിയാം. ഒരാളിനെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇയാളുടെ സെറ്റിലെ ബിഹേവിയർ എങ്ങനെയാണ്, ഇയാളുടെ മൊത്തത്തിലുള്ള ഒരു നടൻ എന്ന രീതിയിലല്ല, ഒരു വ്യക്തി എന്ന രീതിയിലത്തേക്കുള്ള അയാളുടെ ഡെമീനിയർ എങ്ങനെയാണ്, ഈ കാര്യങ്ങളെ പറ്റി വളരെ കൃത്യമായ ധാരണ ഉണ്ടായിട്ടും ഇവരെല്ലാം തന്നെ കാസ്റ്റ് ചെയ്യുകയും ഇവരുടെ ഡേറ്റ് എടുക്കുകയും ഈ സിനിമ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അവരവരുടെ പ്രോഡക്റ്റിന് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള നഷ്ടം ഉണ്ടാകരുത് എന്നുള്ള ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ് ഈ ആൾക്കാരെല്ലാവരും തന്നെ ഈ ഒരു അവരുടെ ആ ഒരു ടോളറൻസ് ലിമിറ്റ് എന്ന് പറയുന്നതാണ്. ഇവരുടെ എപ്പോഴും പരാതി വന്നിരിക്കുന്നവരാണ്. അവരുടെ സിനിമയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രശ്നം ഇവരുടെ ഭാഗത്തു നിന്നുള്ളപ്പോഴാണ്. അല്ലാത്തപ്പോൾ ഇവർക്ക് പരാതിയില്ല. എന്ന് വെച്ചാൽ ഒരു നടന്റെ വ്യക്തിപരമായിട്ടുള്ള പെരുമാറ്റം, ഒരു നടന്റെ സെറ്റിലുള്ള മോശം ബിഹേവിയർ, ഇതൊക്കെ തന്നെ ആ സിനിമയെ ബാധിക്കുന്നില്ല എങ്കിൽ ഇവരാരും തന്നെ ഒന്നും പറയാറില്ല. ഇത് നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ ചർച്ച 1-2 നടന്മാരിലേക്ക് കേന്ദ്രീകരിക്കുന്നതുകൊണ്ട് കാര്യമില്ല. ഇൻഡസ്ട്രിയിലെ നിരവധി ആൾക്കാർ, ടെക്നീഷ്യൻസ്, അഭിനേതാക്കളും ഒക്കെ തന്നെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉപയോഗിക്കുന്ന പല ആൾക്കാർക്കും തുടർച്ചയായിട്ട് സിനിമകൾ കിട്ടുകയും അവർ ഈ കാണിക്കുന്ന മോശം പ്രവൃത്തിയെ കണ്ടില്ല എന്ന് നടിക്കുക, കേട്ടില്ല എന്ന് നടിക്കുകയും ചെയ്യുന്ന മറ്റ് സിനിമാ പ്രവർത്തകർ ഇവിടെ ഉള്ളത് തന്നെ കാണിക്കുന്നത് ഇവർക്ക് ആർക്കും തന്നെ പ്രത്യേകിച്ച് ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ട് എന്നല്ല, സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ല എന്ന് തന്നെയാണ്. എന്റെ സിനിമയും ബന്ധപ്പെട്ട് ഇപ്പൊ എനിക്ക് ഡേറ്റ് തരുന്നു, എന്നിട്ട് എനിക്ക് കറക്റ്റ് സമയത്ത് അതുകൊണ്ട് തന്നെയാണല്ലോ പരാതികളും ഇല്ലാത്തത്. സംഘടനകൾക്ക് അപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് ജോസ് തോമസിന്റെ അഭിപ്രായം വന്നത് ഇവിടെ. അല്ല, ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. സംഘടനകൾക്ക് ചെയ്യാമായിരുന്നുവെങ്കിൽ നേരത്തെ ചെയ്യാമായിരുന്നു. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള പ്രൊഡ്യൂസേഴ്സ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ? 1-ലധികം തവണ പത്രസമ്മേളനങ്ങൾ നടത്തിയിട്ട് സിനിമാ സെറ്റുകളിലെല്ലാം തന്നെ ഇതേപോലെയുള്ള ഒരു മോശം പ്രവണതയുണ്ട് എന്ന് പറയുന്നുണ്ട്. ശരി, അത് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടാവുന്നതാണ്. അവർ പറയുന്നുണ്ട്, കാരണം അവരാണ് പണം മുടക്കുന്നത്, അവരത് പറയുന്നുണ്ട്. അത് കേട്ടതിന് ശേഷം എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു ആക്ഷൻ എടുക്കാനായിട്ട് സംസ്ഥാന സർക്കാർ തയ്യാറില്ല. സിനിമാ വകുപ്പ് ഇവിടെയുണ്ട്, എക്സൈസ് വകുപ്പുണ്ട്, ഇവരൊന്നും തന്നെ കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു എഫേർട്ട് അതിന് വേണ്ടിയിട്ട് ഇട്ടിട്ടില്ല. ഇനി 2, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇവരോടെല്ലാം തന്നെ സഹകരിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു സിനിമയിലെ ഷൂട്ടിങ്ങിനെ ബാധിക്കാത്ത രീതിയിലത്തേക്ക് ഈ എൻക്വയറി നടത്താവുന്നത് എന്ന് ചിന്തിച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ പറയുന്നത് മറ്റെല്ലാ മേഖലയിലും. ഇപ്പൊ ഒരു ബാങ്കിലെ സ്റ്റാഫാണെന്ന് കരുതിക്കോളൂ, ബാങ്കിലെ സ്റ്റാഫാണ്, അയാൾ ഈ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ബാങ്കിന്റെ റെപ്യൂട്ടേഷൻ എന്തായി മാറും എന്നതൊന്നും ഈ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എക്സൈസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൺസേണേ അല്ല. അപ്പൊ എന്തിനാണ് ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയെ മാത്രമായിട്ട് നമ്മൾ പരിമിതപ്പെടുത്തുന്നത് എന്നുള്ള ഒരു പ്രശ്നം. 2, ഇതിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണല്ലോ, ഈ ലഹരിയൊക്കെ ഉപയോഗിക്കുന്നതിന് ഒരു ബൈ പ്രോഡക്റ്റ് ആണല്ലോ ഇവരുടെ മോശം ബിഹേവിയർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മോശം ബിഹേവിയർ ഉണ്ടാകുന്ന സമയത്ത് പോലും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമത്തിനെ പൂർണ്ണമായ രീതിയിലത്തേക്ക് ആശ്രയിച്ചുകൊണ്ട് അതിൽ നിന്നൊരു റെമഡി ഉണ്ടാകാനായിട്ട്, ഒരു ലീഗൽ റെമഡി ഉണ്ടാകാനായിട്ട് ശ്രമിക്കാതെ ഇരിക്കുന്നു എന്നുള്ളത് ഇവർക്ക് ധൈര്യം പകരുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരാൾ മാത്രമാണ് ഇത്രയും കാലമായതിനു ശേഷം ഈ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഒരു പരാതിയുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ ആള് പോലും പറയുന്നത് എന്താണ്? പേര് പുറത്തു വരാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്ന രീതിയിലത്തേക്കാണ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, നമുക്ക് എവിടെ വരെ ഈ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടും? ഇപ്പൊ സിനിമയുമായി ബന്ധപ്പെട്ട് വിൻസി അലോഷ്യസ് പരാതി കൊടുത്തിരിക്കുന്നു. അപ്പൊ അവരെ പരാതി കൊടുക്കുന്ന എവിടെയാണ്? അമ്മയിൽ കൊടുക്കുന്നുണ്ട്, ഫിലിം ചേംബറിൽ കൊടുക്കുന്നുണ്ട്, ICC കൊടുക്കുന്നുണ്ട്, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഇതെല്ലാം തന്നെ വളരെ പരിമിതമായിട്ടുള്ള റൈറ്റ്സ് ഉള്ള ഓർഗനൈസേഷൻസ് ആണ്. ഇപ്പൊ ICC, ഇന്റേണൽ കംപ്ലയിന്റ്സ് കമ്മിറ്റി എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്ന സമയത്ത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കേണ്ടുന്ന ഒരു സംവിധാനമാണ്, വളരെ വെൽ എക്വിപ്ഡ് ആണ് എന്നൊക്കെ തോന്നുമെങ്കിലും ഇതിനൊക്കെ തന്നെ ആ വർക്ക് പ്ലേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കറക്റ്റീവ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റെക്കമെൻഡേഷൻസ് കൊടുക്കാൻ മാത്രമുള്ള പവർ മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ എന്ത് തരത്തിലുള്ള സൊല്യൂഷൻസ് ആയിരിക്കും ഉണ്ടാവുക? ഒരുപക്ഷെ അദ്ദേഹത്തിനെ വാൺ ചെയ്യുന്നു, അദ്ദേഹത്തിനോട് ഇത്തരം മോശം പെരുമാറ്റം ഉണ്ടാകരുതെന്ന് പറയുന്നു, സെറ്റിൽമെന്റ്, മാപ്പ്, ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾക്കപ്പുറത്തേക്ക് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ എക്സ്റ്റേണലി റെഫർ ചെയ്തിട്ട് ഒരു FIR ഇടാനുള്ള അധികാരമൊന്നും തന്നെ ഇവർക്കില്ല. അവർക്ക് എന്തെങ്കിലും രീതിയിലേക്കുള്ള അധികാരം വരുന്നത് പോലും ഒരുപക്ഷെ ഒരു സെറ്റിൽമെന്റ് ക്ലോസ് അവിടെ ഇവർ രണ്ടുപേരും തമ്മിൽ ഏർപ്പെട്ടതിന് ശേഷം അതൊരാൾ
വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ അവർക്കതിൽ എക്സ്റ്റേണൽ ഹെൽപ്പ് പോലും എടുക്കാൻ കഴിയുകയുള്ളൂ. എന്ന് വെച്ചാൽ ഇതിന് ആത്യന്തികമായിട്ടൊരു സൊല്യൂഷൻ ഉണ്ടാകണമെങ്കിൽ നമ്മൾ പുറത്തേക്ക് പോവുക, അതിന് വേണ്ടിയിട്ടുള്ള ധൈര്യം കാണിക്കണം. ഇപ്പൊ ഞാൻ ചോദിക്കാം, നമ്മുടെ നാട്ടിലുള്ള എത്രയോ നടിമാരുണ്ട്. ഈ നടിമാരിൽ ഈ നടന്മാരുമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള എത്രയോ ആൾക്കാരിൽ നിന്ന് മോശമായിട്ടുള്ള അനുഭവം ഉണ്ടാകുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇതേ ആൾക്കാർക്ക് ഒരാൾ ഒരു സെൽഫി ചോദിക്കുന്ന സമയത്ത്, ഒരു പബ്ലിക് ഈവന്റിൽ പങ്കെടുക്കുന്ന സമയത്ത് മോശമായിട്ടുള്ള കമന്റുകൾ ഉണ്ടാകാം, മോശമായിട്ടുള്ള ബിഹേവിയർ ഉണ്ടാകാം, അനാവശ്യമായിട്ടുള്ള ആരെങ്കിലും അവരുടെ ദേഹത്ത് ടച്ച് ചെയ്യുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിരിക്കാം. ഞാൻ ചോദിക്കുന്നത്, ആ സമയത്ത് എന്ത് ചെയ്യും? ആ സമയത്ത് നമുക്ക് ഈ ഓർഗനൈസേഷൻസിൽ പരാതി കൊടുത്തുകൊണ്ട് കഴിയുമോ? ഇല്ല. അവിടെ നിങ്ങൾ ഈ രീതിയിലേക്കുള്ള ഒരു സ്പെഷ്യൽ പ്രിവിലേജ് ഒന്നുമില്ലാത്ത നിങ്ങളൊരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീയാണ്. അപ്പൊ നിങ്ങളെ സഹായിക്കാനായിട്ട് ഇവിടെ പോലീസും എക്സൈസും ഒക്കെ മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ ധൈര്യപൂർവ്വം പരാതി കൊടുക്കുക. ഇപ്പോ ഈ ചർച്ചയിൽ ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് ശ്രീമതി ആശ പറയുന്നത് കേട്ടത് അവരുടെ പേര് പറയാൻ പാടില്ല എന്ന രീതിയിലാണ്. ആ കണ്ടീഷൻസ് ഇവിടെ ആപ്ലിക്കബിൾ ആണോ എന്ന് പോലും എനിക്കറിയില്ല. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വിക്ടിമിന്റെ പേര് പറയാതിരിക്കുക എന്ന് പറയുമ്പോൾ അത് ചില സെക്ഷൻസ് വെച്ചിട്ടാണ് കോടതികൾ പോലും പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു FIR ഉണ്ടായിരിക്കണം. ഇവിടെ ഒരു FIR ഇല്ല, ഇവിടെ പരാതിയില്ല. ഈ ഇന്റേണലി ഉള്ള കമ്മിറ്റികൾക്ക് അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ട ഓർഗനൈസേഷൻസിനാണ് ഈ പരാതി കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. ഒരാളിന് കിട്ടേണ്ടുന്ന നിയമപരമായിട്ടുള്ള പരിരക്ഷ പൂർണ്ണമായും എൻഷുർ ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് നിയമപരമായി തന്നെ പോകുന്നതിന് വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കാൻ ആൾക്കാർ വരണം. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് ഈ ആളിന്റെ പേര് പറയാനായിട്ടോ ഈ വിഷയം പബ്ലിക്കായിട്ട് പറയുന്നതിന് വേണ്ടിയിട്ടോ എനിക്ക് താല്പര്യമില്ല എന്ന് നടി പറയുന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അവർക്ക് ഇതിന്റെ മെനക്കെടുക്കാനായിട്ട് വയ്യ. രണ്ട്, അങ്ങനെ ചെയ്താൽ ഇവിടെ അവരെ സംരക്ഷിക്കുന്ന രീതിയിലേക്കുള്ള സ്ത്രീ സംരക്ഷണ നിയമങ്ങളല്ല ഉള്ളത്. എങ്കിൽ അതിനർത്ഥം നമ്മുടെ ഈ പ്രൊട്ടക്റ്റീവ് ആണ് എന്ന് പറയുന്ന നിയമങ്ങൾ കൂടി പരിഷ്കരിക്കപ്പെടണം. കാരണം ഇവരെ പിന്നെ ഇതിന്റെ പിന്നാലെ പോവുക, അവർക്ക് അവർ വർക്ക് ചെയ്യുന്ന വർക്ക് പ്ലേസിൽ അവർക്ക് ഇനി പ്രൊട്ടക്ഷൻ കിട്ടില്ല എന്നുള്ള ഭയമായിരിക്കുകയില്ലേ സ്വാഭാവികമായിട്ടും ഉണ്ടാവുക? അതും ആവാം. ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇന്നവരെ അവർക്കൊപ്പം എന്ന് പറയുന്ന ആളുകൾ നാളെ തിരിയുമെന്ന് അവർക്കറിയാം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ്. അതൊരു ഉറപ്പ് നൽകുവാനായിട്ട് ജോസ് തോമസ് താങ്കൾക്ക് കഴിയുമോ? താങ്കളുടെ സംഘടനയ്ക്ക് കഴിയുമോ? മഞ്ജുഷേ, ശ്രീജിത്ത് പണിക്കർ പറഞ്ഞതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. സംഘടനയ്ക്ക് തീർച്ചയായിട്ടും കഴിയും. ഞാൻ പറഞ്ഞത് ഈ ഷൈൻ ടോം ചാക്കോയെ കുറിച്ച് ഇന്ന് വരെ അദ്ദേഹം ലഹരി ഉപയോഗിക്കുന്നുണ്ട്. ഇനി ആദ്യത്തെ കൊക്കൈൻ കേസിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെട്ടു പോകുന്നു. അത് പോലീസിന്റെ സഹായം കൊണ്ടോ നിയമപാലകരുടെ സഹായം കൊണ്ടോ ഒക്കെ ആയിരിക്കും. രക്ഷപ്പെട്ടു പോകുന്നു കഴിഞ്ഞപ്പോൾ ഈ കഴിഞ്ഞ ദിവസത്തെ ഇന്റർവ്യൂ പോലും